പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ക്ഷീരോത്പാദന മേഖല പുത്തൻ കർമ്മപഥങ്ങൾ തീർക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കൈവരിച്ച പുതിയ നേട്ടങ്ങളും ക്ഷീര കർഷകരുടെ പുത്തൻ ആശയങ്ങളും കാഴ്ചപ്പാടുകളും സംയോജിക്കവേ ഉൽപാദന രംഗത്തും വിപണന രംഗത്തും ഒരു വലിയ മാറ്റം തന്നെ ദൃശ്യമാകുന്നു. ഇത്തരത്തിൽ ക്ഷീരവികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് കളമൊരുക്കി ഏറെ വ്യത്യസ്തരാകുന്ന ആയൂർ ഇലവിൻമൂട്ടിൽ പുതുശ്ശേരി ഹൌസിൽ ദമ്പതിമാരായ ടിൻസൺ ജോണും ഭാര്യ രഞ്ജു ജോസഫിനെയുമാണ് കൃഷിദർശനിലൂടെ പരിചയപ്പെടുത്തുന്നത്. ചെറുപ്പം മുതലേ പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ വലിയൊരു സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞ് ഇവിടെ വരികയും ഇവിടെ പശുക്കളും മൃഗങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഫാം തുടങ്ങണമെന്നൊരാശയം മനസ്സിലേക്ക് വരികയും അങ്ങനെ ഫാം തുടങ്ങാമെന്ന ഒരു ഉദ്ദേശം വരികയും ചെയ്തു. അങ്ങനെയാണ് ഒരു ഫാമിലേക്ക് 8-10 പശുക്കളുമായിട്ട് ഒരു ഫാം തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി അതൊരു വലിയ ഫാമാക്കി മാറ്റാം എന്ന് തോന്നി. അങ്ങനെയാണ് ഇത് ഇന്നത്തെ ഈ ഐശ്വര്യ ഡയറി ഫാം എന്ന ഈ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നത്. 5 വർഷത്തെ പഠന ഗവേഷണങ്ങൾക്കൊടുവിലാണ് 30-കാരനായ മെക്കാനിക്കൽ എഞ്ചിനീയർ ടിൻസൺ ഈ ഫാം ആരംഭിച്ചത്. തുടക്കം മുതൽ എല്ലാറ്റിനും സഹായിയായി MBA-കാരിയായ ഭാര്യ രഞ്ജു ജോസഫും കൂടെയുണ്ട്. പാരമ്പര്യമായി എൻ്റെ വീടുകൾ പണ്ട് മുതലേ എൻ്റെ കാരണവന്മാരായിട്ട് പശുക്കളെ വളർത്തി. ഞാൻ ചെറുപ്പം മുതലേ പശുക്കളെ വളർത്തുന്നതും ചെറുപ്പത്തിൽ മുതലേ പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നതും അതിന് പുല്ല് മുറിക്കാൻ പോകുന്നതും എൻ്റെ കാരണവന്മാരുടെ കൂടെ പുല്ല് മുറിക്കാൻ പോയ ശീലം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പം പൈക്കളുമായി ചെറുപ്പം മുതലേ എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടു വളർന്നത് പൈക്കളെയാണ്. എൻ്റെ മമ്മിയും എൻ്റെ പപ്പായും ഏറ്റവും കൂടുതൽ എനിക്ക് കാണിച്ചു തന്ന കൃഷി മെയിനായിട്ട് തന്നെ പശുക്കളെ വളർത്തി അല്ല ഡയറി ഫാം നടത്തിയാണ് തന്നെയാണ്. കൃഷിയുടെ അടിസ്ഥാനം പശു തന്നെയാണ്. പശുവിൻ്റെ പുല്ല്, പശുവിൻ്റെ ചാണകം വളമാണ്, പശുവിൻ്റെ മൂത്രവും വളമാണ്. അങ്ങനെ പശുവിൻ്റെ പാല് നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ളവരുടെ ആണെങ്കിലും ആരോഗ്യത്തിൻ്റെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് പാല്, പശുവിൻ്റെ പാല്. അതിനാൽ പശുക്കളോട് താല്പര്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ എൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇതേപോലെ ഒരു ഫാം തുടങ്ങുക എന്നുള്ളത്. സ്വന്തമായുള്ള 150 ഏക്കറിലെ ഒത്ത നടുവിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. HF, ജഴ്സി, സ്വിസ് ബ്രൗൺ എന്നീ ഇനങ്ങളിലായി കറവ പശുക്കളും കുട്ടികളും ചെനയുള്ളതും ഒക്കെയായി 125 പശുക്കൾ. പൂവാലികൾക്ക് നല്ല സൗകര്യമുള്ള തൊഴുത്തൊരുക്കാനാണ് ടിൻസൺ ആദ്യം ശ്രദ്ധിച്ചത്. വാലോടുവാൽ തിരിഞ്ഞു നിരന്നു നിൽക്കത്തക്കവണ്ണം 100 അടി നീളത്തിലും 20 അടി വീതിയിലുമുള്ള 2 കൂടാരങ്ങളാണ് തൊഴുത്തിൽ. കാറ്റൊഴുകിപ്പോകുന്ന വഴിയടയ്ക്കാത്ത നെടുനീളൻ ഷെഡുകൾ, 9 മീറ്റർ ഉയരത്തിൽ അലൂമിനിയം ഷീറ്റിട്ട മേൽക്കൂര, സൂര്യപ്രകാശം ലെവലേശം നഷ്ടപ്പെടാതെ പശുക്കൾക്ക് കിട്ടാൻ ഒരു വശത്തു തന്നെ സുതാര്യമായ 5ഓളം പോളികാർബണേറ്റ് ഷീറ്റുകൾ കണ്ണാടി വിരിച്ചതുപോലെ മേൽക്കൂരയിലുണ്ട്. പശുക്കൾക്ക് നിൽക്കാനും കിടക്കാനും നിലത്ത് റബ്ബർ മെത്തകൾ. എല്ലാ പശുക്കളെയും പരിപാലിക്കുന്നതിനായി പരിപാലന എളുപ്പത്തിനായി ഞാൻ ഇതേപോലെ 2 കൂരകൾ പണിഞ്ഞ് 2 കൂരകളിൽ ടൈൽ ടു ടൈൽ സമ്പ്രദായമാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ കുളിപ്പിക്കുന്നതിനും തീറ്റ കൊടുക്കുന്നതിനും എളുപ്പത്തിനായി എളുപ്പത്തിനായി ഒരു ടൈൽ ടു ടൈൽ സമ്പ്രദായവും പിന്നെ കറക്കാനുള്ള എളുപ്പവും ടൈൽ ടു ടൈൽ സമ്പ്രദായം തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഹീറ്റ് കണ്ടുപിടിക്കുന്നതിനും പശുക്കളുടെ മാനസിക നില മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നതിനേക്കാൾ എളുപ്പം ടൈൽ ടു ടൈൽ സമ്പ്രദായം തന്നെയാണ്. പിന്നെ ഈ തൊഴുത്തിൻ്റെ പ്രധാന പ്രത്യേകത ഇതിൻ്റെ ഹൈറ്റാണ്. ഇതിൻ്റെ വശങ്ങളിൽ 7 മീറ്ററും നടുഭാഗം 9.5 മീറ്ററും ഹൈറ്റ് ഇട്ടേക്കുന്നതിനാൽ സൂര്യൻ്റെ ചൂട് നേരിട്ട് പശുവിൽ ഏൽക്കുന്നതിന് അതൊരു തടസ്സമായി നല്ല വായു സഞ്ചാരമുള്ളതും പിന്നെ പശുക്കളുടെ ശരീരം തണുപ്പിക്കുന്നതിനായി ഞാൻ മിസ്റ്റ് സമ്പ്രദായമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ റൂഫിൽ ഞാൻ പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ടിരിക്കുന്നത്
സൂര്യൻ്റെ പ്രകാശം ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത സമയം ഓരോ പശുവിൻ്റെ ശരീരത്തിൽ തട്ടുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഫ്ലോറ് സൂര്യപ്രകാശം ഏറ്റ് അണുമുക്തമാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ റൂഫിൽ പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ടിരിക്കുന്നത്. ഫാമിൽ നിന്നുള്ള അവശിഷ്ടങ്ങളൊന്നും പാഴാക്കി കളയുന്നില്ല. നിലത്ത് വീഴുന്ന ചാണകം അപ്പപ്പോൾ കോരിയെടുത്ത് അവയെ പ്രത്യേക ഡ്രമ്മുകളിലാക്കി ലോറികളിൽ കയറ്റി ബയോഗ്യാസ് പ്ലാന്റിലേക്ക് മാറ്റാൻ സദാ സന്നദ്ധരായി നിൽക്കുന്ന ജോലിക്കാർ. ഗോമൂത്രവും കുളിപ്പിക്കുന്ന വെള്ളവും ശേഷിക്കുന്ന ചാണകവും ഒഴുകി വീഴാൻ തൊഴുത്തിന്റെ ഒത്ത മധ്യഭാഗത്തായി ഒരാൾ താഴ്ചയിൽ വലിയൊരു കിടങ്ങുണ്ട്. മുകളിൽ 8 അടി വീതിയുള്ള കിടങ്ങിന് താഴെ എത്തുന്നതോടെ വീതി 5 അടിയായി കുറയും. അവശിഷ്ടങ്ങൾ സാവധാനത്തിൽ ഒഴുകി അടിയിലെത്തും. ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്ത ഗാൽവനൈസ്ഡ് അയൺ പൈപ്പുകൾ കിടങ്ങുകൾക്ക് മേൽ വിരിച്ചിരിക്കുന്നു. കിടങ്ങിൽ നിന്നും അവശിഷ്ടങ്ങൾ 100 മീറ്റർ അകലെ റബ്ബർ തോട്ടത്തിലുള്ള 3 ടാങ്കുകളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. പ്രധാനമായി നമ്മൾക്ക് 5 ബേകളാണുള്ളത്. 5 ബേയിലാണ് പശുക്കളെ നിരത്തി നിർത്തിയിരിക്കുന്നത്. 5 ബേയിൽ ഒന്നാമത്തെ ബേയിൽ ഇത്ര നമ്പർ പശു എന്ന് പറഞ്ഞ് ആ നമ്പർ പറഞ്ഞ് ഞാൻ എത്ര ദൂരം നിന്നാലും ഫോൺ വിളിച്ച് ഇവിടുന്ന് ജോലിക്കാർ വിളിച്ച് പറഞ്ഞാൽ ആ പശുവിനെ എനിക്ക് അന്നേരം തന്നെ എൻ്റെ മനസ്സിലേക്ക് വരും. ആ പശുവിൻ്റെ എല്ലാ ഹിസ്റ്ററിയും എനിക്കറിയാം. അതുകൊണ്ട് നമ്പർ ഇട്ടിരിക്കുന്നതിനാൽ ഏതെങ്കിലും പശുവിന് ഒരു അസുഖം വന്നാൽ മുമ്പിൽ നേരത്തെ ആ അസുഖം വന്നിട്ടുള്ളതാണോ, നേരത്തെ ഇൻസുമിനേറ്റ് ചെയ്തിട്ടുള്ളതാണോ, ഹീറ്റായുള്ള ഇത്ര നമ്പർ പശു ഹീറ്റായെന്നുള്ള ജോലിക്കാരെ നമ്മളെ വിളിച്ച് പറഞ്ഞാൽ എല്ലാം അതിൻ്റേതായ രീതിയിൽ ക്രമീകരിക്കാൻ കഴിയും. അസുഖങ്ങളാണെങ്കിൽ നേരത്തെ കൊടുത്ത റെക്കോർഡ് നോക്കി നേരത്തെ കൊടുത്തുള്ള മരുന്നുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പുതിയ മരുന്നുകൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് തന്നെ ചെയ്യാം. പുതിയ മരുന്നുകൾ കൊടുക്കണമെങ്കിൽ പുതിയ മരുന്നുകൾ കൊടുക്കാൻ സാധിക്കും. തൊഴുത്തിൽ ഓരോ പശുവിന്റെയും നേരെ മുകളിൽ തൂക്കിയ നമ്പർ പ്ലേറ്റുകളിൽ കറവയുള്ളവയ്ക്ക് നീല നിറത്തിലും ഗർഭിണികൾക്ക് ചുവന്ന നിറത്തിലും നമ്പർ ഇട്ടിരിക്കുന്നു. തമ്മിൽ ഉരുമാതി നിൽക്കാൻ GI പൈപ്പുകളുടെ സെപ്പറേറ്ററുകൾ, കീടങ്ങളെയും പ്രാണികളെയും കൊല്ലാൻ പെസ്റ്റ് കില്ലറുകൾ, 350 അടി മുകളിലെ പാറക്കുളത്തിൽ മഴവെള്ളം സംഭരിച്ച് അത് ടാങ്കർ ലോറികളിൽ ശേഖരിച്ച് റബ്ബർ തോട്ടത്തിൽ ഉയരത്തിൽ കെട്ടിയിട്ടുള്ള 25,000 ലിറ്റർ ജലം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള 3 ജലസംഭരണികളിൽ നിറയ്ക്കുന്നു. ഈ വെള്ളമാണ് ലോ പ്രഷർ ഹോസുകൾ ഉപയോഗിച്ച് പശുക്കളുടെ ശരീരവും തറയുമൊക്കെ വൃത്തിയാക്കുന്നത്. പശുക്കൾക്ക് വെള്ളം കുടിക്കാൻ ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് സിസ്റ്റത്തിലുള്ള സ്വയം നിയന്ത്രിത പാനപാത്രങ്ങൾ, തീറ്റയും പുല്ലും വേസ്റ്റ് ആകാതിരിക്കാനും പശുക്കൾക്ക് സൗകര്യപ്രദമായി തീറ്റയെടുക്കാനും അർദ്ധചന്ദ്രാകൃതിയിലുള്ള നെടുനീളൻ പുൽത്തൊട്ടികൾ, ഉച്ചയ്ക്ക് 11 മണി മുതൽ വൈകിട്ട് 3 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രവർത്തിക്കുന്ന മിസ്റ്റ് സ്പ്രേയറുകൾ. കന്നുകാലികൾക്ക് കാലിത്തീറ്റ നൽകുന്നത് റെഡിമെയ്ഡ് വാങ്ങിച്ച് നൽകാതെ നമ്മൾ തന്നെ റോ മെറ്റീരിയൽ വാങ്ങി കറക്റ്റ് അനുപാതത്തിൽ മിക്സ് ചെയ്ത് നല്ല പോഷകസമൃദ്ധമായ ഭക്ഷണം നല്ല രുചിയോടെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്ത് നമ്മൾ തന്നെ സ്വന്തമായി മിക്സർ മെഷീനിൽ മിക്സ് ചെയ്ത് പാലിൻ്റെ അളവനുസരിച്ച് ഓരോ പശുവിനും വ്യത്യസ്ത അളവുകൾ പാലിൻ്റെ അളവ് നോക്കിയിട്ട് ശേഷമാണ് കൊടുക്കുന്നത്. പല പശുക്കൾക്കും പല അളവായിരിക്കും. ബോഡി മെയിൻ്റെനൻസിനുള്ള സെപ്പറേറ്റ് വേറെ കൊടുക്കുന്നതാണ്. അത് റോ മെറ്റീരിയൽ തമിഴ്നാട് സൊരണ്ട എന്ന് പറയുന്ന മാർക്കറ്റിൽ പോയി ഹോൾസെയിൽ വ്യാപാരിയുടെ നിന്ന് നേരിട്ട് വാങ്ങി നല്ല ശുദ്ധമായ നല്ല കൃത്രിമമായൊന്നും കലരാത്ത ശുദ്ധമായ നല്ല കാലിത്തീറ്റ തന്നെയാണ് നൽകുന്നത്. കാലികൾക്ക് തീറ്റ നൽകുന്നതിലും ഈ കർഷകൻ ഒരു പ്രത്യേക രീതി തന്നെ അവലംബിക്കുന്നു. തീറ്റ ചെലവ് കുറയ്ക്കാൻ പെല്ലറ്റ് 10%, മക്കച്ചോളം, കമ്പം പുല്ല്, ബജ്ര, ജോവർ, റാഗി എന്നിവ 8% വീതവും, അരിത്തവിട്, ഉഴുന്നുതവിട്, അരിക്കഞ്ഞി എന്നിവ 6%, പരുത്തിക്കുരു, പരുത്തിപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക് എന്നിവ 5%, കടലപ്പിണ്ണാക്ക് 7%, ശർക്കര 2%, മേമ്പൊടിയായി ഉപ്പും കാൽഷ്യം പൗഡറും ജീവകങ്ങളും. സ്വന്തമായി ഡിസൈൻ ചെയ്ത ഫീഡ് മിക്സിംഗ് മെഷീനിലാണ് ഈ തീറ്റകൾ മിക്സ് ചെയ്യുന്നത്. തെങ്കാശി,
രാജപാളയം റൂട്ടിലുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് തീറ്റ വസ്തുക്കൾ കൊണ്ടുവരുന്നത്. 1 ലിറ്റർ പാൽ ചുരത്തുന്ന പശുവിന് 600 ഗ്രാം തീറ്റ എന്നാണ് കണക്ക്. കൂടാതെ മരിച്ചീനിക്കിഴങ്ങ് കിലോയ്ക്ക് 5 രൂപ നിരക്കിൽ വാങ്ങി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കൊത്തിയരിഞ്ഞ് പശുക്കൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തീറ്റ ചെലവ് കുറയ്ക്കുന്നതിന് പുറമെ ഒരു ഫാം ലാഭകരമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് പശുക്കളിൽ 65% എപ്പോഴും കറവയിൽ നിൽക്കണം, 35% ചെനയിലുമാകണം. 6 മാസം കഴിഞ്ഞ ഗർഭിണി പശുക്കൾ 15% വേണം എന്നതാണ് ടിൻസന്റെ മാത്തമാറ്റിക്സ്. ഒരു ഫാമിന്റെ വിജയം എന്ന് പറയുന്നത് 100 പശുവുള്ള ഒരു ഫാമിൽ എപ്പോഴും 65 പശു മുതൽ 70 പശു വരെയും കറവയും 35% പശുക്കൾ ചെനയുമായിരിക്കണം. ആ 35% പശുക്കളിൽ 15 മുതൽ 20% പശുക്കൾ പൂർണ്ണമായും കറവ നിർത്തിയതും ബാക്കി ചെനയും കറവയും കൂടെ ചേർന്നതായിരിക്കും. എൻ്റെ ഫാമിൽ എപ്പോഴും 35 മുതൽ 40% വരെ പശുക്കൾ ചെനയായിരിക്കും. അതുകൊണ്ട് എനിക്ക് ചെന പിടിക്കാതെ പശുക്കൾ പാഴി പോകുന്നത് അങ്ങനെ ഒരു വിഷമഘട്ടം ഒഴിവായി കിട്ടുന്നു. പിന്നെ 35% ഈ ടെയിൽ ടു ടെയിൽ സമ്പ്രദായമായതുകൊണ്ട് എപ്പോഴും നമ്മൾ പശുവിൻ്റെ പിന്നിലൂടെയാണ് നടക്കുന്നത്. ഈ പശുവിൻ്റെ 65% കാര്യങ്ങളും പിന്നിലാണ് നടക്കുന്നതിനാൽ ചെന ഹീറ്റ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നു. നമ്മളെ ജോലിക്കാരല്ലെങ്കിൽ നമ്മളെ സൂപ്പർവൈസർ എന്ന് പുറയിലൂടെ നടക്കുമ്പോൾ എങ്ങനെ പോയാലും ഹീറ്റ് കണ്ടുപിടിക്കുന്നു. അതിനാൽ കറക്റ്റ് സമയത്ത് ഇൻസുലേറ്റ് ചെയ്യുന്നു, ചെന കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതിനാൽ ഫാമിലെ പശുക്കൾ പാഴി പോകാതെ ചെനയുമില്ല കറവയില്ലാതെ നിൽക്കുന്നില്ല. ചെനയുമില്ല കറവയില്ലാതെ പോയാൽ ചെന പിടിക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ ഉള്ള അടുത്ത ഫെസ്റ്റിവൽ സീസണിൽ മീറ്റ് വാല്യൂ കണക്ക് കൂട്ടി ആ പശുവിനെ വിൽക്കുന്നതാണ്. അപ്പോൾ തന്നെ പുതിയ പശുവിനെ വാങ്ങുകയും ചെയ്യും. അങ്ങനെ ഫാം ഞാൻ പൊതുവെ ലാഭത്തിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. വെളുപ്പിന് 3:30 മണിക്കാണ് ഫാം ഉണരുന്നത്. ജോലിക്കാർ എല്ലാവരും ചേർന്ന് തൊഴുത്ത് വൃത്തിയാക്കി പശുക്കളെയെല്ലാം കുളിപ്പിച്ച് 5 മണിയോടുകൂടി കറവ ആരംഭിക്കും. കറവ തീരാറായ പശുക്കളെ സമയം ലാഭിക്കാൻ കൈകൊണ്ട് കറക്കും. ബാക്കിയുള്ളവയെ കറവ യന്ത്രം ഉപയോഗിച്ചാണ് കറക്കുന്നത്. പ്രസവിച്ച് 1.5 മാസം വരെ 3 നേരം കറക്കും. ഇത്തരത്തിൽ 5 പശുക്കളെ ഇപ്പോൾ 3 നേരം കറക്കുന്നുണ്ട്. കറവയുള്ള 80ഓളം പശുക്കളിൽ നിന്നും ശരാശരി 900 ലിറ്റർ പാൽ കിട്ടുന്നുണ്ട്. ആയൂർ, അമ്പലംകുന്ന്, അർക്കന്നൂർ എന്നീ ക്ഷീരസംഘങ്ങളിൽ ലിറ്ററിന് 35 രൂപ നിരക്കിൽ 500 ലിറ്റർ പാൽ നൽകുന്നു. ഹോട്ടലുകൾക്ക് 40 രൂപയ്ക്കും അയൽപക്കക്കാർക്ക് 38 രൂപ നിരക്കിലുമാണ് പാൽ നൽകുന്നത്. സാധാരണ വലിയൊരു ഫാം പണി തീർത്ത് പശുക്കളെ വാങ്ങിയ ശേഷം തൊഴിലാളികളെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ മുതലാളി ദൂരെ നാട്ടിൽ പോയി താമസിക്കുകയോ വല്ലപ്പോഴും വന്ന് നോക്കിയിട്ട് പോവുകയോ ചെയ്താൽ ഒരിക്കലും ആ ഫാമിൽ നിന്നും നല്ല വരുമാനം ലഭിക്കുകയില്ല. അതെപ്പോഴും നഷ്ടത്തിലായി കുറച്ചു കാലം കഴിയുമ്പോൾ നഷ്ടം പെരുകി കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഫാം നിർത്തേണ്ടി വരുന്നു. അതിൻ്റെ കാരണം ഫാം മുതലാളിക്ക് ഈ പശുക്കളെ പറ്റി ഒന്നും ഗ്രാഹ്യം ഉണ്ടായിരിക്കുന്നതല്ല. പശു മേടിക്കുമ്പോൾ തന്നെ കുറേ കാശ് ബ്രോക്കർമാർ തട്ടിച്ചുകൊണ്ട് പോകും. പിന്നെ ജോലിക്കാർ കറക്റ്റ് സമയത്ത് ജോലി ചെയ്യല, സ്ഥിരമായി ജോലി ചെയ്യല, സ്ഥിരമായി നിൽക്കത്തില്ല, അങ്ങനെ എന്നും ജോലിക്ക് വരാതിരിക്കൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ ഫാം വലിയ പരാജയമാണ്. ഏത് ഹർത്താൽ, ഏത് ക്രിസ്തുമസ്, ഏത് ഈസ്റ്റർ, ഏത് ഓണം എന്നാലും കറക്കേണ്ട പശുക്കളെ എന്നും കറക്കേണ്ടി വരും. അന്നൊരു ദിവസം ഫാക്ടറി അവധി കൊടുക്കുന്ന പോലെ ഒരിക്കലും പശുക്കളെ അവധി കൊടുക്കാൻ പറ്റില്ല. 30 ഏക്കർ സ്ഥലത്താണ് പശുക്കൾക്ക് ആവശ്യമായ CO3 ഇനത്തിൽപ്പെട്ട തീറ്റ പുൽകൃഷി ചെയ്യുന്നത്. പുല്ലരിയാനും കൃഷിത്തോട്ടത്തിലെ സഹായത്തിനുമായി 2 ജോലിക്കാർ വേറെ. ചാഫ് കട്ടറിൽ അരിഞ്ഞെടുക്കുന്ന പുല്ല് 12 കിലോ ഓരോ ബക്കറ്റുകളിലായി പശുക്കൾക്ക് കൊടുക്കുന്നു. കറവ അനുസരിച്ച് 30 കിലോ വരെ നൽകും. അച്ചായൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് പശുക്കളുടെ ഫുഡ് കഴിക്കുന്നുണ്ടോ,
പശുക്കൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, അതിനെന്തെല്ലാം മരുന്ന് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അച്ചായൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയും പശുക്കളുടെ ഫുഡിൻ്റെ കാര്യം അന്വേഷിക്കുകയും വെള്ളം കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ട് അന്വേഷിക്കാറുണ്ട്. അതിനുള്ള സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം ഇതിന് കറക്റ്റ് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫാം നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ രണ്ടുപേരുടെയും ശ്രദ്ധ ഇതിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ എപ്പോഴും ഇവിടെ വന്നുകൊണ്ടിരിക്കും, ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും, എല്ലാം ചെയ്യാറുണ്ട്. ടിൻസന്റെ ഫാമിലെ മറ്റൊരു താരം പോത്താണ്. പെരുന്നാൾ നോക്കി പോത്തിറക്കുക എന്ന അടവും ഈ ദമ്പതികൾ പയറ്റുന്നു. റബ്ബർ തോട്ടത്തിലെ മേയൽ, പാറക്കെട്ടുകളുടെ നടുവിലെ കുളിർ തടാകത്തിലെ കുളി, ഹോട്ടലുകളിൽ നിന്നും കൊണ്ടുവരുന്ന 300 ലിറ്ററോളം വരുന്ന കഞ്ഞിവെള്ളം ഫീഡുമായി മിക്സ് ചെയ്ത് ഓരോ ബക്കറ്റ്, ചെലവ് അത്രമാത്രം. ഉൽപാദനശേഷി കൂടുതലുള്ള വരും തലമുറ പശുക്കുട്ടികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഞാൻ അമേരിക്കൻ ബ്രീഡിംഗ് സൊസൈറ്റി അഥവാ ABS, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്, അതേ NDDP, ഉത്തരാഖണ്ഡ് ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്നീ സ്ഥാപനങ്ങളുടെ സെമനാണ് നമ്മളുടെ ഫാമിൽ യൂസ് ചെയ്യുന്നത്. അതിനാൽ ഇപ്പോൾ ഈ 20 ലിറ്റർ പാല് ദിവസം നൽകുന്ന പശുവിനിൽ ഉണ്ടാകുന്ന കുട്ടി ഈ 5 ലിറ്ററായി 25 അടുത്ത ജനറേഷൻ വരുമ്പോൾ 25 ലിറ്ററായി എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് അളവിൽ കൂടുതൽ കുട്ടികളായാൽ ഉറപ്പായിട്ട് ഞാൻ പുറത്ത് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ നല്ല കുട്ടികളുണ്ടാകും എനിക്ക് തരണം എന്ന് പറഞ്ഞ് നല്ല വളർത്താൻ കഴിവുള്ള ആഗ്രഹമുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് നാട്ടിൽ നല്ല കുട്ടികളെ ഉണ്ടാകുന്നു. അവർ വലുതായി കഴിയുമ്പോൾ അവർക്ക് നോക്കാൻ പറ്റാതെ വരുമ്പോൾ കറക്കേണ്ട സമയമാകുമ്പോൾ അവർക്ക് കറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അവരതെനിക്ക് വിലയ്ക്ക് തന്നെ തിരിച്ചു തരുന്നുമുണ്ട്. അതെനിക്ക് അങ്ങനെ കിട്ടുന്ന കുട്ടികൾ എനിക്കിവിടെ ഉണ്ടായി വളർന്ന് വലുതായി ചെന പിടിച്ച് കറക്കുന്ന കുട്ടികൾ അതിൻ്റെ തള്ളയേക്കാളും 5 മുതൽ 7 ലിറ്റർ വരെ പാല് പൊതുവെ കൂടുതൽ കിട്ടുന്ന കുട്ടികളെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഉൽപാദന ശേഷിയേറിയ ജനുസുകളിൽ നിന്നുള്ള കിടാരികളിലൂടെ ആരോഗ്യവും ആദായവുമുള്ള ഒരു പരമ്പര സൃഷ്ടിക്കുക എന്നൊരു ബ്രീഡിംഗ് പോളിസിയും ഈ കർഷകന് സ്വന്തം. മികച്ച ജനിതക പരമ്പരയിലൂടെ ഗുണമേന്മയേറിയ പശുക്കളെ സൃഷ്ടിക്കുക എന്നത് ഒരു പ്രതിബദ്ധതയോടെയാണ് ടിൻസൺ ഏറ്റെടുത്തിട്ടുള്ളത്. പശുവിനെയും പോത്തിനെയും വളർത്തുന്നതിനൊപ്പം മൃഗസംരക്ഷണ മേഖലയിലെ ആടുവളർത്തലിലൂടെയും ആദായം കണ്ടെത്തുകയാണ് ഈ ദമ്പതികൾ. മലബാറി, ജംന പ്യാരി എന്നീ ഇനങ്ങളിൽപ്പെട്ട 20 ആടുകളെയും ഇവരുടെ ഇഷ്ടസംരംഭമായ വെള്ളക്കാട, താറാവ്, വാത്ത, മുയൽ, ലവ് ബേർഡ്സ്, 60ഓളം കോഴികൾ, അങ്ങനെ ഒന്നിലേറെ സംരംഭങ്ങളുടെ ഒരു സമന്വയമാണ് ഈ ഫാം. എല്ലാറ്റിനും കാവൽക്കാരായി 4 ചുറ്റും റോന്തു ചുറ്റാൻ സന്നദ്ധരായി നിൽക്കുന്ന വിവിധ ഇനം നായ്ക്കളും. കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുൻപ് തന്നെ വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കും. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫാമിലേക്ക് വരികയും ഫാമിലെ കാര്യങ്ങൾ നോക്കുകയാണ് ചെയ്യാറ്. അത് കഴിഞ്ഞാൽ കോഴികളുടെ കാര്യവും കാട, താറാവ് ഇതുങ്ങൾക്കെല്ലാം തീറ്റയും കൊടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുൻപായിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വരും. അത് വരുന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫാമിലൊന്ന് കയറി എല്ലാ കാര്യങ്ങളും ഒന്ന് ഓടിച്ച് നോക്കും. അത് കഴിഞ്ഞ് രാത്രി അച്ചായൻ്റെ കൂടെ വീണ്ടും കയറി വന്ന് ഫാമിൽ എല്ലാ പശുക്കളുടെയും കാര്യങ്ങൾ നോക്കും. കോഴികളുടെ മുട്ട എടുക്കും, താറാവിനെ കൂട്ടിലടയ്ക്കും, കാടയ്ക്ക് തീറ്റ കൊടുത്ത് മുട്ട എടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒരു കറക്റ്റ് ഷെഡ്യൂളിലാണ് പോകുന്നത്. കാർഷിക പാരമ്പര്യത്തിന്റെ വഴിയിലൂടെ തന്നെയാണ് ടിൻസൺ ജോൺ എന്ന ഈ ക്ഷീര കർഷകൻ പുത്തൻ ധവള വിപ്ലവത്തിന്റെ വിജയഗാഥ തീർത്തത്. പശു വളർത്തലിനോടുള്ള താൽപര്യവും അതിലെ ഇച്ഛാശക്തിയും പ്രതിബദ്ധതയും കൊണ്ട് ടിൻസൺ ജോൺ നമ്മുടെ ക്ഷീരവികസന രംഗത്ത് മായാത്ത അടയാളങ്ങൾ തീർക്കുമ്പോൾ അവ പുതിയ തലമുറകളിലേക്ക് പകരുന്നത് കാർഷിക സ്നേഹത്തിന്റെ പതഞ്ഞു പൊങ്ങുന്ന പാൽ മധുരം തന്നെ.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീറ്റപ്പുൽ കൃഷി മികച്ച കാർഷിക സംരംഭം. മൾബറി കൃഷിക്ക് ധനസഹായം. ഭക്ഷ്യസുരക്ഷാ ലബോറട്ടറി എറണാകുളത്ത്. വിശദമായ വാർത്തകളിലേക്ക്. വാണിജ്യാടിസ്ഥാനത്തിൽ പശുവളർത്തൽ വ്യാപകമായതോടെ ആവശ്യക്കാർ ഏറെയുള്ള ഉൽപ്പന്നമാണ് തീറ്റപ്പുൽ. CO3, CO4 തുടങ്ങിയ ഉൽപാദനശേഷിയും ഗുണമേന്മയും കൂടിയ ഹൈബ്രിഡ് നേപ്പിയർ പുള്ളിനങ്ങൾ കൃഷി ചെയ്യുന്നത് ലാഭകരമാണ്. കിലോയ്ക്ക് ശരാശരി 3 രൂപ മുതൽ 3 രൂപ 50 പൈസ വരെ ലഭിക്കുന്നുണ്ട്. കൂടാതെ പുൽക്കട വിറ്റും വരുമാനം വർദ്ധിപ്പിക്കാം. 80 ദിവസമാകുമ്പോൾ ആദ്യ വിളവെടുപ്പും തുടർന്ന് 45 ദിവസങ്ങൾ കൂടുമ്പോൾ വിളവെടുപ്പും നടത്താം. തീറ്റപ്പുൽ കൂടുതലുള്ളപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ ടാങ്കിലോ ബാഗുകളിലോ വായുവില്ലാതെ നിറച്ച് ശർക്കര ലായനിയും ചേർത്ത് സ്വാദിഷ്ടവും പോഷകമൂല്യമേറിയതുമായ സൈലോജ് ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയും ലഭ്യമാണ്. കർഷകർക്ക് ആശ്വാസമായി പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന പദ്ധതികൾ. കാർഷിക നഷ്ടത്തിന് 50% നഷ്ടപരിഹാരം. നഷ്ടപരിഹാരാർഹതയ്ക്ക് 50% കൃഷിനഷ്ടം എന്നത് 30% കുറച്ചു. സംഭരണത്തിനായി എടുക്കുന്ന ധാന്യങ്ങളുടെ ഗുണനിലവാര നിബന്ധനകളിൽ ഇളവ് വരുത്തി. ദുരിതബാധിതർക്കായി വായ്പാ പദ്ധതികൾ പുനരാവിഷ്കരിച്ചു. സെറികൾച്ചർ പദ്ധതിയുടെ ഭാഗമായി മൾബറി കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുറഞ്ഞത് 25 സെന്റ് ജലസേചന സൌകര്യമുള്ളതും സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാർച്ചയുള്ളതുമായ കൃഷിയിടങ്ങളാണ് മൾബറി കൃഷിക്ക് അനുയോജ്യം. കർഷകർക്ക് പട്ടുനൂൽപ്പുഴു വളർത്തുന്നതിൽ പരിശീലനവും പദ്ധതിക്കായി സർക്കാർ ധനസഹായവും ലഭിക്കും. താൽപര്യമുള്ള കർഷകർ അതാത് ബ്ലോക്ക് പഞ്ചായത്തുകളുമായോ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം ഓഫീസറുമായോ ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0468 2 222 686. ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 9-ാം തീയതി വീട്ടുവളപ്പിലെ ജൈവ പച്ചക്കറി എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. കായംകുളത്ത് വച്ച് നടക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പരിശീലനം ലഭിക്കുക. 150 രൂപയാണ് പരിശീലന ഫീസ്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0479 2 449 268. തിരുവനന്തപുരം ജില്ലയിൽ 1 ലക്ഷം യുവജനങ്ങൾക്കായുള്ള തൊഴിൽദാന പദ്ധതി പ്രകാരം അംഗമായിട്ടുള്ളവർക്ക് തെങ്ങിൻ തൈ നഴ്സറി സ്ഥാപിക്കുന്നതിന് 1 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0471 2 733 34. സമുദ്രോൽപ്പന്നങ്ങളുടെയും കാർഷിക മൃഗോൽപ്പന്നങ്ങളുടെയും കയറ്റുമതിക്കായി ഗുണമേന്മ പരിശോധനയും സർട്ടിഫിക്കറ്റും നൽകുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റേറ്റ് ലബോറട്ടറി ഫോർ മറൈൻ അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സ് എന്ന
പ്രോഡക്ട്സ് എറണാകുളം ജില്ലയിലെ മരട് കാർഷിക മൊത്ത വിപണിയുടെ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0484 251 087. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 10,400 രൂപ, കോഴിക്കോട് 11,700 രൂപ, തൃശൂർ 10,700 രൂപ, കൊപ്ര കൊച്ചി 6,975 രൂപ, കോഴിക്കോട് 7,300 രൂപ, തൃശൂർ 7,235 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 63,500 രൂപ, ഗാബിൾഡ് 66,500 രൂപ, ചുക്ക് മീഡിയം 23,500 രൂപ, ബെസ്റ്റ് 24,500 രൂപ, മഞ്ഞൾ സേലം 8,200 രൂപ, ഈറോഡ് 8,400 രൂപ, അടയ്ക്ക 23,500 രൂപ മുതൽ 24,500 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,200 രൂപ, RSS 4ാം ഗ്രേഡ് 12,500 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,200 രൂപ, RSS 4ാം ഗ്രേഡ് 12,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 10,400 രൂപ, കൊപ്ര 6,975 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 1,900 രൂപ, റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 63,500 രൂപ, ഗാബിൾഡ് 66,500 രൂപ, ചുക്ക് മീഡിയം 23,500 രൂപ, ബെസ്റ്റ് 24,500 രൂപ, അടയ്ക്ക പുതിയത് 23,500 രൂപ മുതൽ 24,500 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 250 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 350 രൂപ മുതൽ 425 രൂപ വരെ. ജാതിപത്രി 600 രൂപ മുതൽ 850 രൂപ വരെ. ഗ്രാമ്പു 810 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,200 രൂപ, RSS 4ാം ഗ്രേഡ് 12,500 രൂപ, ഒട്ടുപാൽ 8,300 രൂപ, ലാറ്റക്സ് 11,000 രൂപ. കമ്പോള അവലോകനം. രാജ്യത്തെ റബ്ബർ വിപണിയിലെ ശക്തമായ വിലത്തകർച്ച ഇന്ത്യയിലും ഇന്ന് സമ്മർദ്ദമുളവാക്കി. ഈ വർഷത്തെ ഏറ്റവും കനത്ത വിലയിടിവാണ് ആഗോള വിപണിയിൽ അനുഭവപ്പെട്ടത്. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബറിന് 200 രൂപ കുറഞ്ഞ് 12,700 രൂപയായി. ഒട്ടുപാലിന് 300 രൂപ വിലയിടിഞ്ഞു. ലാറ്റക്സ് വിലയിൽ മാറ്റമില്ല. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച തുടരുന്നു. 2ാം ദിവസവും കൊച്ചിയിൽ എണ്ണയ്ക്ക് 200 രൂപ ഇടിഞ്ഞു. തൃശൂർ, കോഴിക്കോട് വിപണികളിലും എണ്ണയ്ക്ക് നേരിട്ട തിരിച്ചടി കണ്ട് വ്യവസായികൾ കൊപ്ര സംഭരണം കുറച്ചു. കാർഷിക മേഖലയിൽ നിന്നുള്ള കുരുമുളക് വരവ് ചുരുങ്ങിയെങ്കിലും ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ ഉൽപ്പന്ന വിലയിൽ കാര്യമായ മാറ്റമില്ല. വണ്ടൽമേട്ടിൽ നടന്ന ലേലത്തിൽ 22,600 കിലോ ഏലക്കയുടെ ലേലം നടന്നു. വലിപ്പം കുറഞ്ഞ ഇനങ്ങൾക്ക് ഇന്ന് ലഭിച്ച പരമാവധി ഉയർന്ന വില കിലോയ്ക്ക് 918 രൂപയാണ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.9. കോഴിക്കോട് 34.4 25, കൊച്ചി 32 25.4, ആലപ്പുഴ 32.8 25.8, പുനലൂർ 32.4 22.5, തിരുവനന്തപുരം 32.8 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.